ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാൻ വന്ദനം. ആവേ മരിയ ഇമ്മാനുവൽ. യോഹന്നാൻ 9-ാം അധ്യായം അന്ധനെ സുഖപ്പെടുത്തുന്നു. ആ ഒരു വചനഭാഗമാണ്. അതിങ്ങനെ ഈശോ നമ്മെ പഠിപ്പിച്ച ശേഷം യഥാർത്ഥ ഒരു വസ്തുതയിലേക്ക് എന്ന് പറഞ്ഞാൽ ആത്മീയ അന്ധതയെപ്പറ്റി വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ആത്മീയ അന്ധതയെപ്പറ്റി നമുക്കും ഒരു പൂർണ്ണ ബോധ്യം വന്നെങ്കിലാണ് ഈ ആത്മീയ അന്ധതയുടെ മറനീക്കി നമുക്കും പുറത്തു വരുവാനും സത്യദൈവത്തെ ആരാധിക്കുവാനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഉദാഹരണമല്ല, വചനം. യോഹന്നാൻ ഈ ആത്മീയതയെ പറ്റി ഈശോ പറയണം. യോഹന്നാൻ 9-ാം അധ്യായം 39-ാം തിരുവചനം. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ അവിടെ നമ്മൾ വചനം ശരിക്കും ആഴത്തിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകുന്നത് ഈ ഒരു കാര്യത്തിന്, അതായത് അവിടെ നമുക്ക് കാണുന്നുണ്ട്, കാഴ്ചയില്ലാത്ത ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നു. അവന് അത് ക്രിസ്തുവാണെന്ന് മനസ്സിലാകുകയും ദൈവപുത്രനാണെന്ന് പൂർണ്ണ ബോധ്യം വരികയും ചെയ്യുന്നു. എന്നാൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഫരിസേയർ, നിയമജ്ഞർ, ഇവരെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ടിട്ടും അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് കർത്താവ് കൂടുതൽ ആഴത്തിൽ നമ്മെ പഠിപ്പിക്കുക. അതായത് ഈ ആത്മീയന്ധത മറനീക്കി നാം പുറത്തു വന്നെങ്കിലാണ് യഥാർത്ഥ സത്യദൈവമായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുകയും ക്രിസ്തുവിൻ്റെ ആത്മാവ് നിറഞ്ഞ് യേശു ക്രിസ്തുവായി മാറുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് ആത്മീയന്ധത എന്ന് പറഞ്ഞാൽ? കാഴ്ചയില്ലാത്തവർ കാണുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പറ്റി അറിയാത്തൊരു വ്യക്തിയാണെന്നിരിക്കട്ടെ. ആ വ്യക്തി കർത്താവിൻ്റെ അതിരട്ട കരുണയാൽ, ദയയാൽ ക്രിസ്തുവിനെ പറ്റി അറിയുകയും പഠിക്കുകയും എല്ലാം ചെയ്തു. ആ വ്യക്തിക്ക് ഇപ്പോൾ പൂർണ്ണ ബോധ്യം വരികയാണ്, ഞാൻ പൂർണ്ണ അന്ധകാരത്തിലാണ്. അപ്പോൾ ആ വ്യക്തി കാഴ്ചയില്ലാത്ത ഒരാളാണ്. അപ്പോൾ പൂർണ്ണ അന്ധകാരത്തിലാണ്. ആ വ്യക്തിക്ക് യേശുവിനെ കിട്ടിയിരുന്നില്ല. എന്നാൽ യേശുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായപ്പോൾ ആ വ്യക്തിക്ക് പൂർണ്ണ ബോധ്യം വരുന്നത്. കാരണം പരിശുദ്ധാത്മാവുള്ള വ്യക്തിയിലൂടെ ആ വ്യക്തിക്ക് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുകയും ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ യഥാർത്ഥ സത്യദൈവമായ യേശുക്രിസ്തുവിനെ തിരിച്ചറിയാൻ സാധിക്കുകയും ആ വ്യക്തി പിന്നെ പൂർണ്ണമായിട്ടും ജോഷ 3:5 പറയുന്ന പോലെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ നാളെ നിങ്ങളുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം, ആ വ്യക്തി ദൈവത്തിൻ്റെ ആലയമാണെന്നും എൻ്റെ വിശുദ്ധിക്ക് ഞാൻ തന്നെ തയ്യാറാവണമെന്നും ആ വ്യക്തിക്ക് പൂർണ്ണ ബോധ്യം വരികയാണ്. കാരണം 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമായതുകൊണ്ട് ഈ വാഗ്ദാനങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുന്നതുകൊണ്ട് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് അപ്പോൾ ആ വ്യക്തി തന്നെ റെഡിയാകണം. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യും. ദൈവഭയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരണമില്ലാത്ത ഈ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലെങ്കിൽ നരകത്തിലേക്ക് നിപതിക്കും, അല്ലെങ്കിൽ നരകത്തിലേക്ക് പതിക്കും എന്നുള്ള ആ ഒരു വലിയൊരു കാര്യം മനസ്സിലായിക്കൊണ്ട് ആ വ്യക്തി സ്വയം വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ആ വ്യക്തിയുടെ പ്രാർത്ഥനയെ തുടർന്ന് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ തിരത്തെ കഴുകിയ മകനെ വിശുദ്ധീകരിക്കുകയും ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നിറക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ കാഴ്ചയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആ വ്യക്തിക്ക് ക്രിസ്തുവിനെ കിട്ടുകയും അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ആ വ്യക്തിക്ക് പൂർണ്ണ പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ചു. പ്രകാശത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ അപരിമേയമായ പ്രകാശത്തിൽ വസിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ ലോകം, സ്വർഗരാജ്യം, അതിനെപ്പറ്റി ഒരു പൂർണ്ണ ബോധ്യമെല്ലാം ആ വ്യക്തിക്ക് കിട്ടുകയാണ് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ. എന്നാൽ ഇനി പറയുന്ന അവസ്ഥയാണ് നാം ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വചനഭാഗം എന്ന് പറഞ്ഞാൽ, നാം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജനിച്ച് വീഴുന്നു. അപ്പോൾ നമുക്ക് മാമോദിസ, ജ്ഞാനസ്നാനം എന്നീ കൂദാശകളിലൂടെ എല്ലാം നാം കടന്നുപോയി പരിശുദ്ധ നിറവെല്ലാം നമുക്ക് കിട്ടി. എന്നാൽ നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നാം പതിയെ ക്രിസ്തുവിൽ നകലുകയും ലോകാരൂപി അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയായിരുന്ന ആ ഒരു വ്യക്തി, ഒരു എക്സ് എന്നൊരു പേരിടാം, ക്രിസ്ത്യാനിയായിരുന്ന ആ വ്യക്തിയിലേക്ക് ഈ ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ലോകത്തിൻ്റെ അരൂപി വന്നു നിറയുകയും പതിയെ പതിയെ ആ വ്യക്തിയിൽ നിന്നും പരിശുദ്ധാത്മ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥ. ദാവീദ് പോലും സങ്കീർത്തനം 51 പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങ് തന്ന പരിശുദ്ധാത്മാവിൽ നിന്നും എടുത്തു കളയരുതേ. നാമും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദാവീദ് പോലും അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നാമും പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ നമ്മൾ വിട്ടുപോകും. കാരണം
പരിശുദ്ധാത്മ വേറെ പേര് വിശുദ്ധരുടെ ആത്മാവെന്നാണ്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതാണ് ആത്മീയ അന്ധത എന്ന് പറഞ്ഞാൽ, ആ വ്യക്തി ആ സമയം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവ് മാറി അവിടെ അശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. ക്രിസ്തുവിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു, അശുദ്ധാത്മാവ് നിറഞ്ഞു. പക്ഷെ പിന്നെയും ഈ വ്യക്തി ചിന്തിക്കുകയാണ്, എന്നിൽ ക്രിസ്തുവിന്റെ ആത്മാവാണ്, എന്നിൽ പരിശുദ്ധാത്മാവാണ് എന്ന് കരുതി വീണ്ടും വീണ്ടും അശുദ്ധിയോട് കൂടെ പരിശുദ്ധ കുർബാനയും എല്ലാം ഭക്ഷിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, യൂദാസ് അശുദ്ധിയോട് കൂടെ അപ്പം ഭക്ഷിച്ചപ്പോഴാണ് ആ വ്യക്തിയിലേക്ക് സാത്താൻ കടന്നു വരുന്നത് നമ്മൾ കാണുന്നത്. പിന്നെയാണ് സാത്താൻ യൂദാസിനെ ഉപകരണമാക്കുന്നത്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ദാവീദ് പറയുന്ന പോലെ തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ അന്ധകാരം പ്രകാശമായി മാറുന്നത് പെട്ടെന്നാണ്. പക്ഷെ പ്രകാശം അന്ധകാരമായി മാറുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും മുമ്പ് നാം സാത്താന്റെ പൂർണ്ണ കെണിയിൽ പെട്ടുപോകും. അതുകൊണ്ട് ദാവീദ് പറയുന്ന പോലെ തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക. ലൂക്ക് 6:45 രണ്ട് വൃക്ഷത്തെ പറ്റി ഈശോ പഠിപ്പിക്കുന്നുണ്ട്. നല്ല വൃക്ഷവും ചീത്ത വൃക്ഷവും. നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ മകനായ അല്ലെങ്കിൽ മകളായ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എന്നിൽ നിന്നും പുറപ്പെടുന്ന ഫലം നന്മയാണ്. നല്ല വൃക്ഷം, അപ്പൊ നന്മയാണെങ്കിൽ നല്ല വൃക്ഷമാണ്, എന്നാൽ തിന്മയാണെങ്കിൽ അത് ചീത്ത വൃക്ഷമാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ജോഷുവ 3:5 പറയുന്ന പോലെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. അതിന് കർത്താവ് യേശുക്രിസ്തു ഒരുപാട് മാർഗങ്ങൾ ഈ തിരുസഭയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ നമ്മെ പറ്റിയൊരു നമുക്ക് തന്നെ നമ്മെക്കുറിച്ചൊരു പൂർണ്ണ ബോധ്യത്തിലേക്ക് വന്നെങ്കിൽ മാത്രമാണ് ഈ ആത്മീയ അന്ധതയിലേക്ക് അതിനെപ്പറ്റി നമുക്ക് ഒരു പൂർണ്ണ ബോധ്യത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് അതിനെ ഒഴിവാക്കാനുള്ള വഴികളിലേക്ക് നമ്മൾ ചിന്തിക്കുക. അതിനുവേണ്ടി ധ്യാന കേന്ദ്രങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുക. പൂർണ്ണമായിട്ടും അശുദ്ധാത്മാക്കളെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും വിശുദ്ധിയുടെ ആത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി വിശുദ്ധീകരണം എന്നൊരു ദൈവത്തിലേക്ക് നാം തയ്യാറെടുക്കേണ്ടതുണ്ട്. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്നിൽ പ്രവർത്തിക്കുന്ന അശുദ്ധാത്മാക്കളെ മർക്കോസ് 9:29 ഈശോ പറയുന്ന പ്രാർത്ഥനയിലൂടെ അല്ലാതെ ഇവർക്കും പുറത്തു പോവില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോഴെങ്കിൽ ഡെലിവറൻസ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കൂട്ടായ്മയിലേക്ക് കാണക്കര ധ്യാന കേന്ദ്രങ്ങളിലോ അങ്ങനെയുള്ള കൂട്ടായ്മയിലേക്കെല്ലാം കടന്നു ചെല്ലുമ്പോൾ ഈ അശുദ്ധാത്മാവ് നിന്ന് അശുദ്ധാത്മാവ് വിട്ടുപോയി അടുത്ത സെക്കൻഡിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിലേക്ക് കടന്നു വരും. അപ്പൊ ഈ ഒരു ആത്മീയ അന്ധത നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമാണ് സത്യദൈവത്തെ നമുക്ക് ലഭിക്കുകയുള്ളൂ. സത്യം നിങ്ങളെ സ്വന്തരാക്കുമെന്നാണ് ഈശോ പറയുക. സത്യം വചനമാണ്. വചനമായി മാറിയെങ്കിലാണ് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കുള്ളൂ. റോമ 8:9 ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ക്രിസ്തുവിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുക തന്നെ ചെയ്യും. കാരണം ലോകത്തെയും യേശു ക്രിസ്തു ഒരുമിച്ച് സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. ലോകത്തെ സ്നേഹിച്ചാൽ ലോകാരൂപി നിറയും. ലോകത്തെ വെറുത്തുപേക്ഷിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവിൽ നിറയപ്പെടും. അപ്പൊ ഈശോ പറയുന്നുണ്ട്, ലോകം എന്നെ ദ്വേഷിച്ചു, അപ്പോൾ അത് നിങ്ങളെയും ദ്വേഷിക്കും. പച്ചമരത്തോട് അവർ അങ്ങനെ ചെയ്തെങ്കിൽ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു അങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് പൂർണ്ണ ബോധ്യത്തിലേക്ക് ഈ ഒരു ചെറിയ നിമിഷം കൊണ്ട് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. ആത്മീയ അന്ധതയെപ്പറ്റി പൂർണ്ണമായ ബോധ്യത്തിൽ നമുക്ക് കടന്നു വരണം. അല്ലെങ്കിൽ കാഴ്ച ഉള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പൊ അതിനെപ്പറ്റി ശരിക്കും ധ്യാനിക്കുക. പ്രൈസറും ഹല്ലേലൂയ. ഈ ആത്മീയ അന്ധത മറനീക്കി പുറത്തു വരാൻ കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. കാരണം അശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കരുതി മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ആ വ്യക്തി സ്വർഗത്തിൽ എത്തിച്ചേരുകയില്ല. നേരെ മറിച്ച് എന്നിൽ അശുദ്ധാത്മാവ് ഉണ്ട് എന്ന് കണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി നാം തയ്യാറെടുത്തു കഴിഞ്ഞാൽ അതിന് നിരവധി വഴികൾ കർത്താവ് തിരുസഭയിൽ ഒരുക്കിയിട്ടുണ്ട്. അതിലേക്കെല്ലാം കടന്നു വരുമ്പോൾ ഈ അശുദ്ധാത്മ വിട്ടുപോയി പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുന്ന അവിശുദ്ധീകരണ പദ്ധതിയിലേക്ക് നാം ആയിരിക്കേണ്ടതുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അന്ധകാരം പ്രകാശമായി മാറാൻ നിമിഷങ്ങൾ മതി. പക്ഷെ പ്രകാശം അന്ധകാരമായി മാറുന്നത് വളരെ താമസിച്ചാണ്. അപ്പൊ നമ്മൾ ഇനിയെങ്കിലും കണ്ണ് തുറക്കുവാൻ തയ്യാറാകും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ.